ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം അഷ്ടമസ്കന്ധം പഞ്ചമോധ്യായഃ. ഈ അധ്യായത്തിൽ അഞ്ചാമത്തെയും ആറാമത്തെയും മനുക്കളുടെ ചരിതവും ദുർവാസാവ് മഹർഷിയുടെ ശാപം കൊണ്ട് ശ്രീ ഇല്ലാതായ ജരാനരകൾ ബാധിച്ച ദേവന്മാർ ബ്രഹ്മാവിനെ മുൻനിർത്തി ഭഗവാനെ സ്തുതിച്ചതുമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ശ്ലോകം. ശ്രീ ശുക ഉവാച. രാജൻ ഉദിതം ഏതത് തേ ഹരേഹേ കർമ്മ അഘനാശനം ഗജേന്ദ്രമോക്ഷണം പുണ്യം രൈവതം തു അന്തരം ശൃണു. ഹേ പരീക്ഷിത്തെ, അഘനാശനം പാപത്തെ ഇല്ലാതാക്കുന്നതും പുണ്യത്തെ വളർത്തുന്നതുമായ ഗജേന്ദ്രമോക്ഷണം എന്ന പേരിൽ അറിയപ്പെട്ട ഹരേഹേ ശ്രീഹരിയുടെ ഏതത് കർമ്മ ഈ കൃത്യം തേ ഉദിതം അങ്ങേക്കായിട്ട് എന്നാൽ പറയപ്പെട്ടു. ഇനി അഞ്ചാമത്തെ മന്വന്തരമായ രൈവതം അന്തരം, രൈവതം എന്ന മന്വന്തരത്തെ കുറിച്ച് ശൃണു കേട്ടുകൊള്ളുക. രണ്ടാമത്തെ ശ്ലോകം. പഞ്ചമോ രൈവതോ നാമ മനുഹു താമസസോദരഃ ബലിവിന്ധ്യാദയഃ തസ്യ സുതാ അർജുനപൂർവകാഃ. താമസസോദരഃ, താമസൻ എന്ന് പേരുള്ള നാലാമത്തെ മനുവിൻ്റെ സോദരൻ രൈവതഃ, രൈവതൻ എന്നു പേരായ പഞ്ചമഹ മനു, ആ ആളാണ് അഞ്ചാമത്തെ മനുവായത്. ഇനി ഈ രൈവതന്റെ തസ്യ സുതാഹ മക്കൾ അർജുനപൂർവകാഹ, അർജുനൻ മൂത്തവനും പിന്നീട് ബലി വിന്ധ്യാദയഃ, ബലി വിന്ധ്യൻ എന്നിവരും ആയിരുന്നു. മൂന്നാമത്തെ ശ്ലോകം. വിഭുഃ ഇന്ദ്രഃ സുരഗണാൻ രാജൻ ഭൂതരയാദയഃ ഹിരണ്യരോമാഃ വേദശിരാ ഊർധ്വബാഹ്വാദയഃ ദ്വിജാഃ. ഹേ രാജൻ, വിഭു എന്നു പേരായിട്ടുള്ള ആളായിരിക്കും ഇന്ദ്രനാവുക. ഭൂതരയാദയഃ, ഭൂതരയൻ മുതലായിട്ടുള്ളവർ സുരഗണാഃ ദേവസംഘങ്ങളായിരുന്നു. ഹിരണ്യരോമ വേദശിര ഊർധ്വബാഹ്വാദയഃ ഇവരെല്ലാവരും ദ്വിജാഹ സപ്തർഷികൾ ആയിരുന്നു. നാലാമത്തെ ശ്ലോകം. പത്നി വികുണ്ഠാ ശുഭ്രസ്യ വൈകുണ്ഠൈഃ സുരസപ്തമൈഃ തയോഃ സ്വകലയാ ജജ്ഞേ വൈകുണ്ഠോ ഭഗവാൻ സ്വയം. ശുഭ്രൻ എന്നു പേരുള്ള ഋഷിയുടെ ശുഭ്രസ്യ പത്നി, പത്നിയാണ് വികുണ്ഠ, വികുണ്ഠ എന്ന് പേരുള്ളവൾ. തയോഹോ ഇവരുടെ മകനായി ഭഗവാൻ സ്വകലയ സ്വംശത്താൽ വൈകുണ്ഠൈഹി വൈകുണ്ഠന്മാരെന്ന സുരസത്തമൈഹി ദേവശ്രേഷ്ഠന്മാരോടുകൂടി വൈകുണ്ഠ വൈകുണ്ഠൻ എന്ന പേരോടുകൂടെ തന്നെ ഭഗവാൻ സ്വയം ജജ്ഞേ അവതരിച്ചു. അപ്പോൾ അഞ്ചാമത്തെ മന്വന്തരത്തിലെ ഭഗവാന്റെ പേര് വൈകുണ്ഠൻ എന്ന് തന്നെ ആയിരുന്നു. ഈ വൈകുണ്ഠൻ എന്ന് നാമധേയത്തോടുകൂടെ അവതരിച്ച ഭഗവാനാണ് വൈകുണ്ഠം എന്ന ലോകം സൃഷ്ടിച്ചത്. അഞ്ചാമത്തെ ശ്ലോകം. വൈകുണ്ഠഃ കൽപ്പിതോ യേന ലോകോ ലോക നമസ്കൃതഃ രമയാ പ്രാർത്ഥ്യമാനേന ദേവ്യാ തത് പ്രിയ കാമ്യയാ. യേന യാതൊരു വൈകുണ്ഠനാഥനാൽ രമയാദേവ്യ പത്നിയായ രമാദേവിയാൽ പ്രാർത്ഥ്യമാനേന അഭ്യർത്ഥിതനായിട്ട്, രമാദേവിയാണ് തങ്ങൾക്ക് എന്ന് പറഞ്ഞൊരു ലോകം വേണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചത്. അങ്ങനെ തൻ്റെ ദേവിക്ക് തത് പ്രിയ കാമ്യയ തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെയുള്ള ഒരു ലോകത്തെ, അതും ലോക നമസ്കൃത 14 ലോകങ്ങളെക്കാളും ശ്രേഷ്ഠമായ വൈകുണ്ഠ ലോക കൽപ്പിത, വൈകുണ്ഠം എന്ന ലോകം ഏർപ്പെടുത്തപ്പെട്ടു. ആറാമത്തെ ശ്ലോകം. തസ്യ അനുഭാവഃ കഥിതോ ഗുണാശ്ച പരമോദയാഃ
ഭൗമാൻ രേണൂൻ സമിമിമേ യോ വിഷ്ണോഹോ വർണ്ണയേത് ഗുണാൻ. തസ്യ ഈ പറഞ്ഞ വൈകുണ്ഠൻ എന്ന് പേരോടുകൂടെ അവതരിച്ച ഭഗവാന്റെ അനുഭാവ മഹാവൈഭവങ്ങളൊക്കെ കഥിത പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. ഈ വൈകുണ്ഠൻ എന്ന് പേരോടുകൂടെ അവതരിച്ച ഭഗവാനാണത്രേ വരാഹരൂപമായിട്ട് പിന്നീട് ഭൂമിയെ ഉദ്ധാരണം ചെയ്തത്. ഇങ്ങനെയുള്ള ഭഗവാന്റെ ഗുണാഹച പരമോദയാഹ ബ്രഹ്മണ്യാദി ഗുണങ്ങളും പരമൈശ്വര്യങ്ങളും യഹ യാതൊരാളാണോ ഭഗവാന്റെ ഇത്തരത്തിലുള്ള വിഷ്ണോഹോ ഗുണാൻ ഗുണങ്ങളെ പൂർണ്ണമായും വർണ്ണിക്കാമെന്ന് വിചാരിക്കുന്നത്, വർണ്ണയേത് അങ്ങനെ വിചാരിക്കുന്നത്, സഹ ഭൗമാൻ അയാൾ ഭൂമിയിലുള്ള രേണൂൻ മിമിമേ മൺതരികളെ എണ്ണിക്കണക്കാക്കിയേക്കാം. എന്ന് വെച്ചാൽ അത്രയധികമാണ് ഭഗവാന്റെ മാഹാത്മ്യം. അതിൽ ഏതാനും ചിലത് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. 7ാമത്തെ ശ്ലോകം. ഷഷ്ഠശ്ച ചക്ഷുഷഃ പുത്രഃ ചാക്ഷുഷോ നാമ വൈ മനുഃ പൂരുപൂരുഷ സുദ്യുമ്ന പ്രമുഖാഃ ചാക്ഷുഷാത്മജാഃ. ചക്ഷുഷഃ പുത്രഃ ചക്ഷുസിന്റെ പുത്രനായ ചാക്ഷുഷഃ, ചാക്ഷുഷൻ എന്നു പേരായ ഷഷ്ഠഃ ആ ആളാണ് 6ാമത്തെ മനുഹു. ചാക്ഷുഷാത്മജാഹ ചാക്ഷുഷ മനുവിന്റെ മക്കളാണ് പൂരു, പൂരുഷൻ, സുദ്യുമ്നൻ തുടങ്ങിയവർ. 8ാമത്തെ ശ്ലോകം. ഈ മന്വന്തരത്തിലെ ഇന്ദ്രനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ദ്രോ മന്ത്രദ്രുമഃ തത്ര ദേവാ ആപ്യാദയോ ഗണാഃ മുനയസ്തത്ര വൈ രാജൻ അവിഷ്മദ്വീരഗാദയഃ. തത്ര ഈ ചാക്ഷുഷ മന്വന്തരത്തിലെ ഇന്ദ്രഃ ദേവേന്ദ്രൻ, മന്ത്രദ്രുമഃ മന്ത്രദ്രുമനും, ദേവാഹ ദേവന്മാർ, ആപ്യാദയഃ ആപ്യൻ മുതലായ ഗണാഹ സംഘങ്ങളും ആയിരുന്നു. ഹേ രാജൻ, തത്ര വൈ അന്നത്തെ മുനയഃ സപ്തർഷികൾ, ഹരിഷ്മത് വീരഗാദയഃ ഹരിഷ്മാൻ, വീരകൻ മുതലായവരും ആണ്. 9ാമത്തെ ശ്ലോകം. തത്രാപി ദേവഃ സംഭൂത്യാം വൈരാജസ്യ അഭവത് സുതഃ അജിതോ നാമ ഭഗവാൻ അംശേന ജഗതഃ പതിഃ. തത്രാപി ആ മന്വന്തരത്തിലും ജഗതഃ പതിഃ ലോകത്തിന്റെ പാലകനായും ഭഗവാൻ സകല ഐശ്വര്യ ഗുണസമ്പന്നനുമായിരിക്കുന്ന ഭഗവാൻ വിഷ്ണുദേവൻ വൈരാജസ്യ സുതഃ വൈരാജൻ എന്നയാളിന്റെ മകനായി സംഭൂത്യാം സംഭൂതി എന്നവളിൽ തൻ്റെ അംശേന അജിതഃ അജിതൻ എന്ന പേരിൽ നാമ അഭവത് എന്ന പേരിൽ അവതരിച്ചു. അപ്പോൾ 6ാമത്തെ മന്വന്തരത്തിലെ ഭഗവാന്റെ ആ അവതാരത്തിന്റെ പേരാണ് അജിതൻ. ഇങ്ങനെ അവതരിച്ച അജിതനാണ് പാലാഴി മഥനം കടയുന്ന സമയത്ത് കൂർമാവതാരം എടുത്തത്. 10ാമത്തെ ശ്ലോകം. പയോധിം യേന നിർമ്മഥ്യ സുരാണാം സാധിദാസുധ ഭ്രമമാണ അംഭസി ധൃതഃ കൂർമ്മരൂപേണ മന്ദരഃ. യേന അജിതനായി അവതരിച്ച ഈ ഭഗവാനാൽ പയോധിം നിർമ്മഥ്യ പാലാഴിയെ കടഞ്ഞ് സുരാണ ദേവന്മാർക്ക് സുധാ സാധിത അമൃതം നേടിക്കൊടുക്കപ്പെട്ടു. അംഭസി ഭ്രമമാണ സമുദ്രജലത്തിൽ ചുഴന്നുകൊണ്ടിരുന്ന അങ്ങ് ആണ്ടുപോയിക്കൊണ്ടിരുന്ന മന്ദരഹ മന്ദരപർവ്വതം ഈ ഭഗവാനാൽ തന്നെയാണ് കൂർമ്മരൂപേണ ആമയുടെ ആകൃതി പൂണ്ട് ധൃതഃ താങ്ങി നിർത്തപ്പെട്ടത്. അപ്പോൾ കഥ കേൾക്കാനുള്ള ആകാംക്ഷയോടെ പരീക്ഷിത്ത് ചോദിക്കുന്നു. 11ാമത്തെ ശ്ലോകം. യഥാ ഭഗവതാ ബ്രഹ്മൻ മഥിത ക്ഷീരസാഗരഃ യദർത്ഥം വാ യതശ്ചാദ്രിം ദധാര അംബുചരാത്മന. ഹേ ബ്രഹ്മൻ, ഭഗവത ഭഗവാനാൽ ക്ഷീരസാഗരഃ യഥാമഥിതഃ ആ പാൽക്കടൽ ഏതുവിധമാണ് കടയപ്പെട്ടത്, യദർത്ഥം എന്തിനു വേണ്ടി, യതഃ ച എന്ത് കാരണത്താൽ, അംബുജരാത്മന ആമയുടെ ആകൃതിയോടുകൂടി, അദ്രിം ദധാര മന്ദരഗിരിയെ താങ്ങി നിർത്തി. 12ാമത്തെ ശ്ലോകം. യഥാ അമൃതം സുരൈഹി പ്രാപ്തം കിഞ്ച അന്യത് അഭവത് തതഃ ഏതദ് ഭഗവത കർമ്മ വദസ്വ പരമാദ്ഭുതം. സുരൈഹി ദേവന്മാരാൽ അമൃതം യഥാപ്രാപ്തം
അമൃത് ഏതു വിധത്തിൽ പ്രാപിപ്പിക്കപ്പെട്ടു. തതഹ അന്യത് കിംച അഭവത്, അതിനെ തുടർന്ന് വേറെ വല്ലതും ഉണ്ടായോ? ഭഗവതഃ പരമാത്ഭുതം ഏതത് കർമ്മ വദസ്വ, ഭഗവാന്റെ അത്യാശ്ചര്യകരമായ ഇത്തരം ലീലാവിചേഷ്ടിതത്തെ പറഞ്ഞു തന്നാലും. 13-ാമത്തെ ശ്ലോകം. ത്വയാ സംകഥ്യമാനേന മഹിംനാ സാത്വതാം പതേഃ ന അതിതൃപ്യതി മേ ചിത്തം സുചിരം താപതാപിതം. സുചിരം, ദീർഘകാലമായി താപതാപിതം, താപത്രയത്താൽ തപിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മേ ചിത്തം, എൻ്റെ മനസ്സ്, ത്വയാ സംകഥ്യമാനേന, അങ്ങയാൽ വേണ്ടതുപോലെ വിസ്തരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാത്വതാം പതേഃ മഹിംന, ഭഗവാന്റെ മഹാത്മ്യ കഥകൾ കേട്ട് ന അതിതൃപ്യതി, എനിക്ക് മതിയായി എന്ന് തോന്നുന്നതേയില്ല. ഓരോ കഥയും കേൾക്കുമ്പോൾ ഇനി അടുത്തതെന്താണ്, ഇനി അടുത്ത അവതാരത്തിൽ നടന്ന സംഭവം എന്താണ്, ഇങ്ങനെ അറിയാൻ ഞാൻ വെമ്പൽ കൊള്ളുകയാണ്. 14-ാമത്തെ ശ്ലോകം. സൂതൻ ശൗനകാദികളോട് പറയുകയാണ്. സംപൃഷ്ടോ ഭഗവാനേവം ദ്വൈപായനസുതോ ദ്വിജാഃ അഭിനന്ദ്യ ഹരേഃ വീര്യം അഭ്യാചഷ്ടും പ്രചക്രമേ. ഹേ ദ്വിജാഃ, അല്ലയോ മുനിമാരെ, ദ്വൈപായനസുതഃ, വ്യാസഭഗവാന്റെ മകനും ഭഗവാൻ സർവജ്ഞനുമായ ശുഗബ്രഹ്മർഷി, ഏവം സംപൃഷ്ടഃ, ഇങ്ങനെ ചോദിക്കപ്പെട്ട പരീക്ഷിത്തിന്റെ ആ ചോദ്യത്തെ അഭിനന്ദിച്ച ശേഷം ഹരേഃ വീര്യം അഭ്യാചഷ്ടും പ്രചക്രമേ, ഭഗവാന്റെ വീരകൃത്യത്തെ വർണ്ണിച്ചു ചൊല്ലുവാൻ ആരംഭിച്ചു. ശ്രീ ശുക ഉവാച. 15-16 ശ്ലോകങ്ങൾ. യദാ യുദ്ധേ അസുരൈർദേവാ ബാധ്യമാനാഃ ശിതായുധൈഃ ഗത അസവഃ നിപതിതാ ന ഉത്തിഷ്ഠേരൻ സ്മ ഭൂയശഃ യദാ ദുർവാസസഃ ശാപാത് സ ഇന്ദ്രാ ലോകാഃ ത്രയഃ നൃപ നിശ്രീകാഃ ച അഭവൻ തത്ര നേഷുഃ ഇജ്യാദയഃ ക്രിയാഃ. ദുർവാസാവ് ഈ ഇന്ദ്രനെ, ദേവേന്ദ്രനെ ശപിച്ച കാര്യം ഒന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നൃപ, അല്ലയോ പരീക്ഷിത്തെ, യഥാ, എപ്പോഴാണോ, ദേവാഹ, ദേവന്മാർ, ഭൂയശഃ, അധികപക്ഷവും, അസുരൈഹി ശിതായുധൈഹി, അസുരന്മാരാൽ മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ട്, ബാധ്യമാനാഹ, പ്രഹരിക്കപ്പെട്ട്, യുദ്ധേ, യുദ്ധത്തിൽ മിക്കവാറും, ഗത അസവഹ, ഗതപ്രാണരായി, നിപതിതാഹ, വീണുപോവുകയും, ഉത്തിഷ്ഠേരൻ സ്മ ന, വീണ്ടും ജീവനോടെ എഴുന്നേൽക്കാനാവാതെ വരികയും ചെയ്തിരുന്നത്. യഥാ, യാതൊരു കാലത്താണോ, ദുർവാസസഹ ശാപാത്, ദുർവാസസിന്റെ ശാപത്താൽ, സ ഇന്ദ്രാഹ, ഇന്ദ്രൻ ഉൾപ്പെടെയുള്ള ത്രയഃ ലോകാഹ, 3 ലോകങ്ങളും, നിശ്രീകാഹ, അശ്രീകത്വം ബാധിച്ചവയായും അഭവൻ, ഭവിച്ചത്. അങ്ങനെയുള്ള ആ കാലത്ത്, തത്ര ഇജ്യാദയഃ ക്രിയാഹ, യാഗാദികളായ കർമ്മങ്ങൾ, ന ഈശുഹു, അത് നടക്കാതെയായി. വിഷ്ണു പുരാണത്തിലാണ് ഈ ഒരു കഥ വ്യക്തമായി പറയുന്നത് എന്നതിനാൽ ഇവിടെ വിഷ്ണു പുരാണത്തിലെ ആ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. ഒരിക്കൽ ദുർവാസാവ് മഹർഷി വൈകുണ്ഠ ദർശനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വഴിക്ക് വെച്ച് ഐരാവതത്തിൽ ആരൂഢനായി യാത്ര ചെയ്യുന്ന ദേവേന്ദ്രനെ കാണാനിടയായി. അപ്പോൾ ഋഷി തനിക്ക് വൈകുണ്ഠത്തിൽ നിന്ന് പ്രസാദമായി ലഭിച്ചിരുന്ന പുഷ്പമാല ദേവേന്ദ്രന് സമ്മാനിച്ചു. എന്നാൽ മതാന്ധനായ ദേവരാജാവ് ആ പുഷ്പമാലയെ വേണ്ട രീതിയിൽ ആദരിക്കാതെ, സത്യത്തിൽ ദേവരാജാവിന് ഇടാൻ വേണ്ടിയാണ് കൊടുത്തത്, അങ്ങനെ ഇട്ടാൽ മതിയായിരുന്നു. പക്ഷേ ആ ഭഗവത് പ്രസാദത്തെ ഞാനെന്തിന് ഇതൊക്കെ ധരിക്കണം എന്ന ഭാവത്തിൽ ഐരാവതത്തിന്റെ മസ്തകത്തിൽ അലക്ഷ്യമായി വച്ചു. അങ്ങനെ വച്ചതും ഈ പുഷ്പത്തിന്റെ സുഗന്ധം നുകരാൻ വന്ന വണ്ടുകളുടെ ശല്യം സഹിക്കാതെ ഈ ഐരാവതം തുമ്പിക്കൈ കൊണ്ടെടുത്ത് താഴെയിട്ട് ചവിട്ടിച്ചതച്ചു. ഇത് കണ്ട് ദുർവാസാവ് കുപിതനായി. നീയും നിന്റെ അധീനതയിലുള്ള ത്രിലോകവാസി ജനങ്ങളും ഐശ്വര്യം കെട്ടവരായി തീരട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള ശാപം ബാധിച്ചതിനാൽ ഈ അസുരന്മാർക്ക് ശൗര്യം കൂടുകയും, അല്ലെങ്കിൽ അവരെ എതിർക്കാൻ ഇവർക്ക് പറ്റാതെ വരികയും,
എല്ലാ അർത്ഥത്തിലും ദേവന്മാർ ആകെ നിസ്സഹായരായി തീരുകയും ചെയ്തപ്പോൾ ഭൂമിയിൽ യാഗാദികളൊന്നും മുറയ്ക്ക് നടക്കാതെയായി. 17-ാമത്തെ ശ്ലോകം. നിശാമ്യ ഏതത് സുരഗണ മഹേന്ദ്രവരുണാദയഃ ന അധ്യഗച്ഛൻ സ്വയം മന്ത്രൈഹി മന്ത്രയന്തോ വിനിശ്ചയം. ഏതത് നിശാമ്യ, ഇത് കണ്ടിട്ട്, മഹേന്ദ്രവരുണാദയഃ സുരഗണാഃ, ഇന്ദ്രൻ, വരുണൻ തുടങ്ങിയ ദേവസംഘങ്ങൾ അവരുടേതായ രീതിയിൽ ഒരു സമ്മേളനം നടത്തി. സ്വയം മന്ത്രൈഹി, എന്നിട്ട് കാര്യവിചാരങ്ങൾ കൊണ്ട്, മന്ത്രയന്തഃ, കൂടി ആലോചിച്ചെങ്കിലും ഒരു വിനിശ്ചയം, തീരുമാനത്തിലേക്ക് ന അധ്യഗച്ഛൻ, എത്തിച്ചേർന്നില്ല. അപ്പോൾ പിന്നെ മുകൾ തട്ടിലുള്ളവരെ അറിയിക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് അവർ ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോയി. 18-ാമത്തെ ശ്ലോകം. തതോ ബ്രഹ്മസഭാം ജഗ്മുഹു മേരോഹോ മൂർധനി സർവശഃ സർവം വിജ്ഞാപയാം ചക്രുഹു പ്രണതാഹ പരമേഷ്ഠിനേ. തതഃ, അതിനാൽ, സർവശഃ, എല്ലാവരും ഒത്തുചേർന്ന്, മേരോഹോ മൂർധനി, മഹാമേരുവിന്റെ ശിഖരത്തിലുള്ള ബ്രഹ്മസഭാം, ബ്രഹ്മാവിന്റെ ആസ്ഥാനത്തേക്ക് ജഗ്മുഹു, പോയി. പരമേഷ്ഠിനെ പ്രണതാഹ, ആ ബ്രഹ്മാവിനെ താണുവണങ്ങിയിട്ട് ഈ സംഭവിച്ചതെല്ലാം സർവം വിജ്ഞാപയാൻ ചക്രുഹു, എല്ലാ സംഭവങ്ങളും യഥാവിധം ഉണർത്തിച്ചു. 19-20 ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നു. സവിലോക്യ ഇന്ദ്രവായുവാദി നിസ്സത്വാൻ വിഗതപ്രഭാൻ ലോകാൻ അമംഗളപ്രായാൻ അസുരാൻ അയഥാ വിഭുഹു. 20. സമാഹിതേന മനസാ സംസ്മരൻ പുരുഷം പരം ഉവാച ഉത്ഫുല്ലവദനോ ദേവാൻ സ ഭഗവാൻ പരഹ. സഹ വിഭുഹു, ആ ബ്രഹ്മദേവൻ, ഇന്ദ്രവായുവാദീൻ, ഇന്ദ്രൻ, വായു മുതലായ ദേവന്മാരെ, നിസ്സത്വാൻ, ശക്തിഹീനരായും, വിഗതപ്രഭാൻ, ശ്രീ നഷ്ടപ്പെട്ടവരായും, അതുപോലെ ലോകം മുഴുവനും അമംഗളപ്രായാൻ, എല്ലാറ്റിലും ഒരു അശുഭ ലക്ഷണം ബാധിച്ചവയെപ്പോലെ, അതേസമയം ഈ അസുരന്മാരാകട്ടെ ഇതിനൊക്കെ വിപരീതമായിട്ട്, അസുരാൻ അയഥ, ഇങ്ങനെ അല്ലാതെ ശുഭലക്ഷണത്തോടുകൂടി ശക്തി വർദ്ധിച്ചവരെ പോലെ, ഇങ്ങനെയെല്ലാം വിലോക്യ, കണ്ടിട്ട്, പരഹ ഭഗവാൻ, ദേവശ്രേഷ്ഠനും എല്ലാ ഐശ്വര്യങ്ങൾക്ക് ഇരിപ്പിടവുമായ ആ ബ്രഹ്മാവ്, സഹ പരം പുരുഷം, പരമപുരുഷനായ ശ്രീഹരിയെ, സമാഹിതേന, ഏകാഗ്രഭാവനയോടുകൂടിയ മനസ്സ, ചിത്തത്താൽ, സ്മരൻ, ധ്യാനിച്ചുകൊണ്ടിരുന്ന്, ഉത്ഫുല്ലവദനഃ, പ്രസന്നമായ മുഖമണ്ഡലത്തോടുകൂടി, ദേവാൻ ഉവാച, ദേവന്മാരോടായി അരുളി ചെയ്തു. 21-ാമത്തെ ശ്ലോകം. അഹം ഭവഃ യൂയം അധഃ അസുരാദയഃ മനുഷ്യതിര്യക് ധ്രുമ ഘർമ്മ ജാതയഃ യസ്യ അവതാരാംശ കലാവിസർജിത വ്രജാമ സർവേ ശരണം തം അവ്യയം. ബ്രഹ്മാവ് പറയുന്നു, ഈ ഞാനും, അഹം ഭവഃ, ശ്രീരുദ്രനും, യൂയം, ദേവന്മാരെ നിങ്ങളും, ഇനി എന്തിനേറെ പറയുന്നു, അസുരാദയഃ, അസുരന്മാരും, മനുഷ്യ തിര്യക്, മനുഷ്യരും പക്ഷിമൃഗാദികളും, ധ്രുമം, വൃക്ഷലതാദികളും, ഘർമ്മജാതയഃ, വിയർപ്പിൽ നിന്ന് ഉണ്ടായ തരം ജീവികളും, ഇവരെല്ലാം യസ്യ അവതാരാംശ കലാവിസർജിതാഹ, യാതൊരു ശ്രീഹരിയുടെ അവതാരത്തിന്റെ ഒരംശത്തിന്റെ അനേകം അംശങ്ങളാൽ വിവിധ ആകാരേണ സൃഷ്ടിക്കപ്പെട്ടുവോ, തം അവ്യയം, ആ നിർവികാരാത്മാവിനെ ശരണം വ്രജാമ, ആ ഭഗവാനെ തന്നെ നമ്മൾ ശരണം പ്രാപിച്ചുകൊള്ളണം. ഈ ലോകത്തിലുള്ള സകല ചരാചരങ്ങളും ആ ഭഗവാന്റെ പരമ്പരയാണ്. കാരണം ഭഗവാന്റെ ആദ്യ അവതാരമായ വിരാട് പുരുഷന്റെ അംശമാണ് ബ്രഹ്മാവ്. ഇനി മരീച്യാദി പ്രജാപതികൾ ആ ബ്രഹ്മാവിന്റെ അംശങ്ങൾ. അതുകൊണ്ട് തന്നെ അവയിൽ നിന്നുണ്ടായ സകല ചരാചരങ്ങളും ഇതിൻ്റെ ഒരു വംശപരമ്പരയുടെ തുടർച്ചയാണ്.
അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ഭഗവാൻ അല്ലാതെ മറ്റൊന്നുമില്ല. എന്നാൽ ഭഗവാന്റെ ഒരു സർവ സമഭാവന അങ്ങനെ ഒരു കാര്യവും ഉണ്ട്. എങ്കിലും ഭഗവാൻ എങ്ങനെയാണ് ഓരോരുത്തരെ രക്ഷിക്കുന്നതും ശിക്ഷിക്കുന്നതും എന്നും പറയുന്നു. 22-ാമത്തെ ശ്ലോകം. നയസ്യ വധ്യോ ന ചരക്ഷണീയോ ന ഉപേക്ഷണീയ ആദരണീയ പക്ഷഃ അഥാപി സർഗസ്ഥിതി സംയമാർത്ഥം ധത്തേ രജ സത്വതമാംസി കാലേ. യസ്യ യാതൊരു ഭഗവാന് വധ്യഃ ന ആരും വധാർഹരായിട്ടില്ല, രക്ഷണീയഃ ച ന ആരെങ്കിലും രക്ഷിക്കപ്പെടേണ്ടവനാണ് എന്നും ഇല്ല, ഉപേക്ഷണീയ ആദരണീയ പക്ഷഃ ന ആരെങ്കിലും ഉപേക്ഷിക്കപ്പെടേണ്ടതായോ ആദരിക്കപ്പെടേണ്ടതായോ ഉണ്ട് എന്ന രീതിയിലും അങ്ങനെ ഒരു പക്ഷഭേദം ഭഗവാനില്ല. അഥാപി എന്നിരിക്കലും ഭഗവാൻ സർഗസ്ഥിതി സംയമാർത്ഥം സൃഷ്ടി രക്ഷാ സംഹാരം ഇവയ്ക്കു വേണ്ടി ഭഗവാനായിട്ട് ഓരോ ഗുണങ്ങളെ സ്വീകരിക്കുമ്പോഴാണ് രജസത്വതമാംസി രജസ് സാത്വികം താമസം എന്നീ ഗുണങ്ങളെ സ്വയം സ്വീകരിക്കുമ്പോൾ ഭഗവാൻ ചിലപ്പോൾ ചിലരെ രക്ഷിക്കുന്നതായും ചിലതിനെ സംഹരിക്കുന്നതായും ചിലതിനെ സംരക്ഷിക്കുന്നതായും നമുക്ക് തോന്നുകയാണ്. അങ്ങനെയാണ് കാലേ ധത്തെ അതാത് അവസരത്തിൽ ഓരോരോ ഭാവത്തെ സ്വീകരിച്ച് അതിനനുസരിച്ചുള്ള പ്രവൃത്തികൾ ഭഗവാൻ ചെയ്യുന്നു. അപ്പോൾ സർവജ്ഞനായ ബ്രഹ്മാവ് പറയുകയാണ്, ഇപ്പോൾ അദ്ദേഹം സ്വീകരിച്ച ഭാവമനുസരിച്ച് സ്ഥിതിക്കുള്ള അതായത് പ്രജകളുടെ പരിപാലനത്തിനുള്ള സമയമാണ്. 23-ാമത്തെ ശ്ലോകം. അയം ച തസ്യ സ്ഥിതിപാലനക്ഷണഃ സത്വം ജുഷാണസ്യ ഭവായ ദേഹിനാം തസ്മാദ് വ്രജാമ ശരണം ജഗദ്ഗുരും സ്വാനാം സ നോ ധാസ്യതി ശം സുരപ്രിയഃ. അയം ച ഇതാ ഈ സമയമാകട്ടെ ദേഹിനാം ഭവായ ശരീരികളുടെ യോഗക്ഷേമത്തിനു വേണ്ടിയുള്ളതാണ്. സത്വം അതിനുവേണ്ടി ഭഗവാൻ സാത്വിക ഗുണത്തെ ജുഷാണസ്യ കൈക്കൊണ്ടിരിക്കുന്ന തസ്യ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥിതിപാലനക്ഷണഃ ലോക സംസ്ഥിതിയുടെ സംരക്ഷണത്തിനുള്ള കാലഘട്ടമാണ്. തസ്മാത് അതുകൊണ്ട് ജഗദ്ഗുരും സർവലോക ആരാധ്യനായ അദ്ദേഹത്തെ ശരണം വ്രജാമഹ ശരണമായി പ്രാപിക്കുക. സുരപ്രിയഃ ഈ ഒരു ഭാവത്തിലിരിക്കുന്ന അദ്ദേഹത്തിന് സുരന്മാർ പ്രിയപ്പെട്ടവരാണ്. കാരണം ഭഗവാൻ സാത്വികനായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ സാത്വിക ഭാവം കൂടുതലുള്ള സുരന്മാരിൽ അദ്ദേഹത്തിന് ഇപ്പോൾ വാത്സല്യമുള്ളതായിട്ട് കാണാം. അങ്ങനെയുള്ള അവിടുന്ന് സ്വാനാം അങ്ങയുടേത് എന്ന് ഇപ്പോൾ കണക്കാക്കുന്ന നമുക്ക് ശം മനസ്സിന്റെ ശാന്തിയെ ധാസ്യതയെ ഏകുന്നതാണ്. ശ്രീശുക ഉവാച 24-ാമത്തെ ശ്ലോകം. ഇത്യാഭാഷ്യ സുരാൻ വേദാഹ സഹ ദേവൈഃ അരിന്ദമ അജിതസ്യ പദം സാക്ഷാത് ജഗാമ തമസ പരം. ഹേ ശത്രുക്കളെ അടക്കി നിർത്തുന്ന രാജാവേ, അതാണ് അരിന്ദമ. ഇത് പരീക്ഷത്തിനെ വിളിക്കുകയാണ്. ഇങ്ങനെ വേദാഹ ബ്രഹ്മാവ് സുരാൻ ദേവന്മാരോട് ഇതി ആഭാഷ്യ ഇങ്ങനെ പറഞ്ഞതിൽ പിന്നെ ദേവൈഹി സഹ ആ ദേവന്മാരോടുകൂടെ തമസഹ താമസ പ്രകൃതിയിൽ നിന്ന് പരം അതീതമായ അജിതസ്യ ആ അജിതന്റെ സാക്ഷാത് പദം ശരിക്കുള്ള ആസ്ഥാനത്തിലേക്ക് ജഗാമ എല്ലാവരും കൂടെ യാത്ര പുറപ്പെട്ടു. 25-ാമത്തെ ശ്ലോകം. തത്ര അദൃഷ്ടസ്വരൂപായ ശ്രുതപൂർവായ വൈവിഭോ സ്തുതിം അബ്രൂത ദൈവീഭിഃ ദീർഭിഃ തു അവഹിത ഇന്ദ്രിയഃ. ഹേ വിഭോ അല്ലയോ രാജാവേ, തത്ര വൈ ആ ഭഗവാന്റെ ധാമത്തിൽ അവിടത്തിൽ അദൃഷ്ടസ്വരൂപായ ദർശനത്തിന് വിഷയീഭവിച്ചിട്ടില്ലാത്ത രൂപത്തോടു കൂടിയവനെങ്കിലും, അതായത് ബ്രഹ്മാവ് നേരിട്ട് കാണുന്നില്ല, അതിന് മാത്രമുള്ള ഒരു തലത്തിൽ അദ്ദേഹം എത്തിയിട്ടില്ലായിരിക്കും, അല്ലെങ്കിൽ ഭഗവാൻ എന്തുകൊണ്ടോ മറഞ്ഞിരിക്കുന്നു അപ്പോഴും. എങ്കിലും ശ്രുതപൂർവായ
മുൻപ് വേദവാക്യങ്ങളിലൂടെ കേട്ടുധരിച്ച ഭഗവാനെ ഉദ്ദേശിച്ച് അവഹിതേന്ദ്രിയ, ഇന്ദ്രിയ വ്യാപാരങ്ങളെ നിയന്ത്രിച്ച് ദൈവീഭിഹി ഗിർഭിഹി, വേദാനുബന്ധികളായ വചനങ്ങളാൽ തന്നെ സ്തുതിം അബ്രൂത, ഇനി പറയാൻ പോകുന്ന സ്തുതിയെ ചൊല്ലി. ഈ സ്തുതി ഇതിനു മുൻപും നമ്മൾ ഭാഗവതത്തിൽ കണ്ടിട്ടുള്ള ഒരുപാട് സ്തുതികളുടെയൊക്കെ അതേ സ്വഭാവമുള്ളത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി വീണ്ടും ആവർത്തിക്കുന്നില്ല. ഭഗവാന്റെ സഗുണവും നിർഗുണവുമായ സ്വരൂപത്തെ ഞങ്ങൾക്ക് കാട്ടിത്തരുവാൻ കരുണയുണ്ടാകണം എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. മാത്രമല്ല ഇവിടെ ഭഗവാനെ തന്നെ എന്തുകൊണ്ട് ആശ്രയിക്കുന്നു എന്ന് പറയുന്നത്, വൃക്ഷത്തിന്റെ വേരിൽ ജലം ഒഴിച്ചാൽ അതിൻ്റെ ശാഖകൾക്കും ഇലകൾക്കും പുഷ്ടി ലഭിക്കും പോലെ വിഷ്ണുവാകുന്ന അങ്ങേക്ക് കർമ്മങ്ങൾ സമർപ്പിച്ചാൽ എല്ലാ ദേവന്മാരും പ്രീതിപ്പെട്ടുകൊള്ളും. അങ്ങനെയുള്ള നിന്തിരുവടിയെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബ്രഹ്മാവിൻ്റെ ഈ സ്തുതിയോടുകൂടിയാണ് 5-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ അഷ്ടമസ്കന്ധേ അമൃതമഥനെ 5-മോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.